ഛേ, എന്തൊരു കഷ്ടം നോക്കിയേ. എന്താ ചെയ്യ? എന്തിട്ട് ചന്ദ്രട്ടാ കാലത്തൊന്നും അടി തുടങ്ങിയാ നല്ല കളിയുണ്ട് തന്നെ അന്വേഷിച്ച് നടക്കുന്ന സ്ഥലല്ലേ ഞാൻ. എന്റെ ദൈവേ, താൻ തന്നെ പഠിപ്പിച്ചിരിക്കുന്നേ എന്താ സംഭവം? ഒന്നും പറയണ്ട ചങ്ങാതി. ഏ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ലെറ്ററാ? എവിടെന്ന്? അമേരിക്കന്ന് പറയുന്നുണ്ട്. അമേരിക്കന്നാ? ഇവലെ ലെറ്റർ പോകുമ്പോ നില പോത്താങ്ങ ഞാൻ നാളെ പേടിപ്പിക്കാണ്ടിരുന്ന. അല്ല, നീ ലെറ്റർ പോകുമ്പോ അങ്ങനെ ഉണ്ടോ? ഉണ്ടോന്നാ? ഇറാഖ് അമേരിക്ക യുദ്ധത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വന്നിട്ടാ ഈ ലെറ്റർ പോകുമ്പല്ല. ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ആയിരങ്ങളെത്തുക. താൻ പുലിവാല് പണി ഉണ്ടാക്കില്ല. എന്ത് കഷ്ടാ നോക്ക്. ഞാനിപ്പോ എന്തിട്ട് ചെയ്തിട്ടാ ഈ അമേരിക്ക എനിക്ക് ലെറ്റർ പോകുമ്പോ? എനിക്ക് തോന്നുന്നതേ, ചന്ദ്രേട്ടൻ സോഷ്യൽ മീഡിയയില് അമേരിക്ക ഭൂഷണം മറ്റണം മറ്റൊന്നും എഴുതില്ലേ. ഇതന്നെ സംഭവം. ഇതിന്റെ പകരം വിട്ടത് എന്നോട്ടത്. അതിന് ഞാൻ മലയാളത്തിലല്ല എഴുതിയത്. അമേരിക്ക മനസ്സിലാവണത്. ഈ ലോകത്തൊന്നല്ല താമസിക്കുന്ന അമേരിക്ക എന്ന് പറഞ്ഞ ആരാന്ന് വിചാരിച്ച നമ്മൾ ഇവിടെ ഇരുന്ന് കുക്കിന് തായി അടിക്കുന്ന അവര് കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ ടെക്നോളജി മുട്ടണ്ട. കൂലി വലുത് ആ മലയാളത്തിൽ എതിരെ അവർക്ക് കാര്യങ്ങൾ അറിയാൻ മനസ്സിലായ. അവരുടെ ടെക്നോളജി മുട്ടണ്ട. ഇപ്പൊ ഞാനെന്തിട്ടാണ് ചെയ്യുക? ഞാൻ അത് പേടിക്കാണ്ടിരുന്ന പോരെ. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം പ്രശ്നം തീർന്നില്ല. ദേവന്റെ പോസ്റ്റ്മാൻ ഇയാൾക്ക് 24 മണിക്കൂർ ഡ്യൂട്ടിയാ. ചന്ദ്രമായി വന്നേ. എത്ര ദിവസമായി ഞാൻ ഈ സാധനം കൊണ്ടു നടക്കണേ. ഇത് പിടിച്ച ഞാൻ വീട്ടിൽ പോയി ഇത് തന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നതാ. കൈ പിടിക്ക. എനിക്കൊന്നും വേണ്ട. പിടിക്ക് മനുഷ്യൻ. നിങ്ങളുടെ പേരിൽ വന്ന സാധനം പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? അത് പിടിച്ച ഓക്കേടാ. അപ്പൊ ഞാൻ പോവാ. അത് ധൈര്യമായിട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ പതുക്കെ ഉരുവാനുണ്ടാക്കണല്ലോ. തന്റെ കൂടെ നിന്നിട്ട് പിള്ളേർക്ക് താൻ തരക്കൂടിയുണ്ട്. നോട്ടിന്ന് വഴിണ്ടാക്കാം. ഉരുവാല് താൻ കാരണം ദുരിതാവോ? അതെ, ഇത് വെക്കേ പതുക്കെ വെക്കേ. കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സാധനം അധികം നേരം വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. നമുക്കിത് കൊണ്ട് കുഴിച്ചിട്ടാലോ? ഇതെവിടെ കൊണ്ടുപോയി കുഴിച്ചിടും? നമുക്ക് ആ പുറമ്പോക്കിലെ വാഴക്കടയ്ക്ക് കൊണ്ട് കുഴിച്ചിടന്നേ. അല്ലാണ്ട് ഇത് ഞാൻ വെച്ചാ പുലിവാൻ പൊട്ടി തെറിച്ചെന്തെങ്കിലും ഉണ്ടായി എല്ലാം കഴിഞ്ഞു. ഇതെടുക്ക് എടുത്തോ. കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുക്ക്. അമർത്ത്. വാ നടക്ക്. ഇതൊക്കെ വഴിയുണ്ട്. അധികം നേരം വെച്ചിട്ടിരിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമല്ല. ഒരു കാര്യം, ഒരു കായിക്കോട്ടെ കൊത്തി എന്തെങ്കിലും കൊണ്ടായോ നമുക്ക് സാധനം ഭയങ്കര താത്തി കുഴിച്ചിടാം. കുഴിച്ചിട്ടാ വല്ല പ്രശ്നം ഉണ്ടാവോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വലിയൊരു പ്രശ്നം ഉണ്ടാവും. ഇതിലങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ ഒരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായ? താൻ ഇനി പേടിക്കുന്നു വേണ്ട. താൻ വെച്ച മടക്കി പതുക്കെ മടക്കി വെക്കി. ആദ്യം പല പിടിക്കില്ലേ. എന്നാ ചന്ദ്രേട്ടാ താങ്കളൊന്നുണ്ട്. അവിടെ പട്ടി മതി താൻ കുഴിച്ചിട്ട് തലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. വാങ്ങണ്ട് ഇന്നൊന്നത് നമ്മളെ വാഴക്കടയ്ക്ക് കുഴിച്ചിട്ടില്ലേ പുറമ്പോക്കില്? അതായത് പട്ടി മാതിരി ലെറ്റർ പുറത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് പണിയെ കാണിച്ചത് ഇതൊന്ന് സാധനം കണ്ട. ഇതൊന്നും ഈ പട്ടി മാന്നിട്ട് നടന്നത്. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. എടുത്തോ, ധൈര്യമായിട്ട് എടുക്ക്. അത് കുഴപ്പമൊന്നുമില്ല. പട്ടി മാന്തിരി പട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ധൈര്യമായിട്ട് എടുത്ത്. ഇതെന്തൊരു ലെറ്റർ ഉണ്ടാ? വേറെ പ്രശ്നമൊന്നുമില്ല. എടുത്ത് ധൈര്യമായിട്ട് എടുക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. ഇതെന്തൊരു ലെറ്റർ ഒന്നും ഉണ്ടാ? ഇത് കൊണ്ടുവന്നത് എത്രയും സ്നേഹം നിറഞ്ഞ ചന്ദ്രേട്ടൻ വായിച്ചറിയുന്നതിന് വേണ്ടി ദിലീപിന്റെ ലെറ്ററാ. ദിലീപ് എഴുതുന്നത്. കുറെ നാളുകളായിട്ട് വിവരങ്ങളൊന്നും അറിയാറില്ല. ചേട്ടന്റെ ഫോൺ നമ്പർ അറിയാത്ത കാരണം വിളിക്കാൻ പറ്റിയില്ല. പഴയ ഓർമ്മ വെച്ച് അഡ്രസ്സിൽ ആണ് ഈ ലെറ്റർ വിടുന്നത്. നാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാം. ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവുന്ന? ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച 50,000 രൂപ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ പോയി ചന്ദ്രേട്ടൻ മേടിക്കണം. ചന്ദ്രേട്ടന്റെ ഫോൺ നമ്പറും കൊടുക്കുക, അമ്മയുടെ കയ്യിൽ കൊടുക്കുക. ഞാൻ വിളിക്കാം എന്ന് സ്നേഹത്തോടെ ദിലീപ് DRD. ആണ്ടാ, ഇതെല്ലാം DRD ദിലീപ് രാമനിലയം ദാമോദരൻ. എന്തുട്ട് എന്താ ചന്ദ്രേട്ടൻ ഇത് എത്ര നമ്മൾ പേടിച്ചത്? ഈ പട്ടിക്കാരനൊക്കെ ഭാഗ്യ 50,000 രൂപ പോയിട്ടില്ലേ. എന്തെന്താ പിടിക്കേ? ഈ അല്ല എന്നെ പേടിപ്പിച്ചത്. DRD RDF എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുട്ട് ചന്ദ്രേട്ടനല്ലേ പറഞ്ഞ ലെറ്റർ പോകുമ്പോ വന്നിട്ട് 2 ദിവസമായിട്ട് പേടിച്ചിട്ട് കിടക്കണ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടല്ലേ. ഒരുപാട് ഞാനെന്തൊരു തേങ്ങന്ന് വിചാരിച്ചു. എന്തായാലും പട്ടികാരന് 50,000 കിട്ടിയില്ലേ. ചെലവ് ചെയ്യാ.
അല്ല ഇനിയിപ്പോ ഇതെന്തിട്ടത് ഇനി അമേരിക്കയിലെ വല്ല സ്കഡ് മിസൈലാണത് വിമാനല്ലത്? എന്താ ദൈവം അടുത്ത് കുറിച്ച് വരണ്ടില്ല ചന്ദ്രേട്ടാ.